ഹായ് ഓൾ. ഇന്നത്തെ ഒരു ലെങ്തി വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ബിടെക് നമ്മളുടെ കൂട്ടത്തിൽ എടുത്തവരുണ്ട്, എടുക്കാൻ പോകുന്നവരുണ്ട്, അനിയന്മാരായിട്ട് ഇപ്പം +1 +2 ഒക്കെ നിൽക്കുന്നവരും കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ബിടെക് എടുത്തിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളൊരു വിചാരിക്കുന്ന സക്സസ് റേറ്റ് കേരളത്തിലോ ഇന്ത്യയിലോ ഒട്ടാകെ നമുക്ക് വരാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് റിയലി താല്പര്യം ഉണ്ടായിട്ട് ബിടെക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് വരും. അപ്പോൾ നമുക്ക് എവിടെ ഒരു മിസ്സിങ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് പറയാനായിട്ടുള്ളത്, +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ, അല്ലെങ്കിൽ +1 ഫൈനൽ സ്റ്റേജിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിപ്പുള്ളത് എങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇതിപ്പോൾ നിങ്ങൾ പാരൻസ് ആണോ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളാണോ കാണുന്നതെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ ക്രിയേറ്റിവിറ്റി സൈഡാണോ, അവരുടെ സയൻസ് സൈഡാണോ, അവരുടെ ഒരു ബിസിനസ് സൈഡാണോ എന്നുള്ളത് നമുക്ക് ഈസിലി അറിയാൻ പറ്റും. അപ്പൊ അതിന് ആ 11th പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ടൂൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ, പാരൻസ് ആണെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് ചേർത്താൽ മതി, പിന്നെ അവൻ നോക്കിക്കോളും അവന്റെ ജോബും കാര്യങ്ങളും. കുട്ടികളാണെങ്കിൽ നിങ്ങൾ സപ്ലിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടുമെന്നുള്ളൊരു ടെൻഷനോ വേണ്ട, ബിക്കോസ് അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുന്ന സബ്ജക്റ്റ് ആണ്. സോ അതുകൊണ്ട് യു വിൽ ബി ചേർണിങ് ഔട്ട് വാട്ട് യു നീഡ് ടു ഡു ഇൻ ദാറ്റ് പീരീഡ്. സോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം 11th സ്റ്റാൻഡേർഡ് എൻഡിലാണ്. സോ ആ ഒരു ഡിസിഷൻ നിങ്ങൾ ആ ഒരു സമയത്ത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ പ്ലീസ് ഷെയർ ദിസ്. സോ അതാണ് 11th സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഈ ഡിസിഷൻ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ 11th സ്റ്റാൻഡേർഡിൽ ഡിസിഷൻ എടുത്തു, പക്ഷേ എഞ്ചിനീയറിംഗ് വന്നു പെട്ടു, അല്ലെങ്കിൽ പാരൻസിന്റെ ഒരു ആഗ്രഹപ്രകാരം നമ്മൾ എടുത്തു, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത ടയർ 2ലും ടയർ 3ലും ജോയിൻ ചെയ്ത കോളേജുകളിൽ ജോയിൻ ചെയ്തവരാണ് എങ്കിൽ, എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ ആകെ വിഷമം എന്ന് വെച്ചാൽ 18,000 പേര് എക്സാംസ് സീറ്റ്സ് കിട്ടി NIT IIT കുട്ടികളോടാണ് കമ്പാരിസൺ എങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ 2025 പ്ലേസ്മെന്റ് റിപ്പോർട്ട് പ്രകാരം 30% ഓഫ് സ്റ്റുഡൻസ് ഇപ്പോൾ ആ ഒരു ഗ്രാജുവേഷൻ ടൈമിൽ പ്ലേസ്ഡ് അല്ലാതെ ഇരിപ്പുണ്ടായി. സോ ആ ഒരു ഡേറ്റയാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വെക്കാനായിട്ടുള്ളത്. ദാറ്റ് മീൻസ് ബാക്കിയുള്ള ആൾക്കാർ പ്ലേസ്ഡ് അല്ലാതെ നിൽക്കുന്നത് എവിടെ നിന്നാണ്? IITs NITs. സോ അതുകൊണ്ട് IITയിൽ എത്തി അതുകൊണ്ട് നമുക്ക് എല്ലാം നേടി എന്നുള്ളതല്ല. IITയിൽ എത്തിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടാൻ പറ്റും. പിന്നെ ടയർ 2 ടയർ 3 കോളേജിന്റെ പ്രോബ്ലംസ് ഫസ്റ്റ് ഐ വിൽ ബി ടെല്ലിങ്. ബിക്കോസ് ഒന്ന്, നിങ്ങളുടെ കൂടെ ഉള്ളവർ ഇതേപോലെ IITs അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജസിൽ കിട്ടാതെ ഒരു വിഷമത്തിൽ വന്ന് നിങ്ങളെ കൂടെ ജോയിൻ ചെയ്തവരായിരിക്കാം. അപ്പൊ മൊത്തത്തിൽ ഒരു ഇൻസ്പിറേഷണൽ ഒരു ബാച്ച് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ അതിൽ നിന്ന് ഒരു കുറച്ച് ആഗ്രഹവും തീവ്രതയൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടാവും, ഒരു 2-3 പേര് എന്തായാലും അതിലുണ്ടാവും. പക്ഷെ ആ തീവ്രത നമുക്ക് എത്രത്തോളം ഉണ്ടാവുമോ അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ഒരു വിഷൻ, ആ കോളേജിന്റെ വിഷനും ആ കോളേജിന്റെ പ്ലേസ്മെന്റും കമ്പനീസ് വരുന്നതും എല്ലാം. സോ അതുകൊണ്ട് ദാറ്റ് ഈസ് ഡയറക്ട്ലി ഡിപ്പെൻഡ് അപ്പോൺ ദാറ്റ്. പിന്നെ രണ്ടാമത്, ദ ടീച്ചേഴ്സ് ഓർ ടീച്ചിങ് ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇൻസെന്റിവൈസ്ഡ് അല്ല. അവരുടെ സാലറിയോ ഒരു ഗവൺമെന്റ് കോളേജ് പ്രൊഫസേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം വലിയൊരു സാലറിയോ കാര്യങ്ങളല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരിടേണ്ട വർക്ക്സും റിസർച്ചും എല്ലാം അതിനനുസരിച്ച് അത്രത്തോളം ആവശ്യം മാത്രമേ അതിൽ കാണുള്ളൂ. ഒട്ടും കുറവ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഒരു എക്സ്ട്രാ എഫേർട്ട്, കുട്ടികളുടെ കൂടുതൽ സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ഒരു ടീച്ചറിൻ്റെ നിന്ന് വരുന്നത് വളരെ കുറവായിരിക്കും കമ്പയറിങ് ടു NIT. സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമം വിചാരിക്കേണ്ട. ടയർ 2 ടയർ 3 കോളേജിലൊക്കെ കിട്ടിയിട്ടുള്ളവർ ഒരിക്കലും വിഷമം വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ലൈഫിലേക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാനായിട്ട് ആ കോളേജ് തന്നെ നിങ്ങളെ സഹായിക്കും. അപ്പൊ ഇതിന് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ.
ടെക്നോളജി ഡിഗ്രിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഒളിച്ചോടാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്തുകൊണ്ടും ടെക്നോളജി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ മെയിൻ തിങ്. ടെക്നോളജി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതവും ഡേറ്റ സ്ട്രക്ചേഴ്സും എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ മറുചോദ്യം ഉണ്ടാവാം, ക്ലൗഡ് എന്താ ഇത് ചെയ്യത്തില്ലേ? ചെയ്യും. പക്ഷെ ക്ലൗഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിനെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനും നിങ്ങളുടെ ആവശ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മോഡിഫിക്കേഷൻസ് വരുത്താനും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ആ പ്രോഗ്രാമോ ആ ഒരു സ്ട്രക്ചറോ അറിയാതെ ഒന്നും അതിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് വരില്ല. സോ അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങളൊരു ഫെയിൽഡ് എഞ്ചിനീയറാവും. സോ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ടെക്നോളജിയും ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജും എല്ലാം അറിഞ്ഞിരിക്കണം. So that is the most important thing for a first year students. So learn that of all kind of skills which you can acquire on the first and second year itself. പിന്നെ തേർഡ് ഇയറിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രോജക്ട്സ് ചുമ്മാ കൊണ്ടുപോയി ഒരു 30,000-40,000 രൂപ കൊടുത്ത് ഒരു ഡമ്മി പ്രോജക്ട്സ് ചെയ്യാതെ ആ പ്രോജക്റ്റ് ആയിരിക്കണം നിങ്ങളുടെ ലൈഫിലേക്ക് നെക്സ്റ്റ് ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾക്കൊരു ജോലി സാധ്യത തരാൻ പോകുന്നത് ആ ഒരു പ്രോജക്റ്റ് ആയിരിക്കണം. ബിക്കോസ് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി കൊണ്ട് നിങ്ങളെ മാക്സിമം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് ആ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് വരുത്താൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ തിങ് യു ഷുഡ് ഡു ഇൻ തേർഡ് ഇയർ. തേർഡ് ഇയർ യു ഫോക്കസ് കംപ്ലീറ്റ്ലി അപ്പോൺ ബിൽഡിംഗ് ദാറ്റ് പ്രോജക്ട്സ്, അതിൻ്റെ ലാംഗ്വേജസ് പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്സ് പഠിക്കുക. യു ഷുഡ് കൊളാബറേറ്റ് വിത്ത് അതർ കോളേജ് സ്റ്റുഡൻസ്. അത് ടയർ 1 NIT അവരുടെയൊക്കെ ഹാക്കത്തോൺസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഓൺലൈൻ ഹാക്കത്തോൺസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവിടെ പോവുക, ഫെസ്റ്റിൽ പോവുക, നിങ്ങളുടെ പ്രോജക്ട്സ് അവതരിപ്പിക്കുക. ദാറ്റ് വിൽ ഇംപ്രൂവ് യുവർ നെറ്റ്വർക്ക്, ദാറ്റ് വിൽ ഇംപ്രൂവ് യുവർ സ്കിൽ ടു പ്രസന്റ്, ദാറ്റ് വിൽ ഇംപ്രൂവ് യുവർ നോളജ്. സോ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് തേർഡ് ഇയറിൽ ആണ്. തേർഡ് ഇയറിൽ ദാറ്റ് യു ഷുഡ് ഡു ഇറ്റ് ഇൻ എ റിച്വസ്നെസ് മാനർ. സോ അതിലൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം, ചുമ്മാ കോപ്പി ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആവരുത് എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഫോർത്ത് ഇയറിലെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഈ വീഡിയോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അവരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നു, നമ്മൾ പ്രോജക്ട്സ് ഒക്കെ ഒരു തട്ടിക്കൂട്ടിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഡു അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റൈഫൻഡ് ഇല്ലാതെയോ വളരെ ലോ സാലറിയിലുള്ള ഒരു അപ്രന്റീസ്ഷിപ്പ് പോയി ചുമ്മാ ചേരാതെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എടുക്കാൻ പോകുന്ന കരിയർ എവിടെ നിന്നാണോ ആ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാർട്ടപ്സോ കമ്പനീസിലോ പോയിട്ട് നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുക. ആ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ള ഒരു സ്കിൽസ് ആ 1 ഇയറിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ആ സ്കിൽസ് വെച്ചിട്ട് വേണം നിങ്ങൾ ഫോർത്ത് ഇയർ ലാസ്റ്റ് നിങ്ങളുടെ പ്ലേസ്മെന്റിൽ ഇരിക്കുമ്പോഴത്തേക്കും ദ കമ്പനീസ് യു ഷുഡ് അപ്രോച്ച് കോൾഡ് ഇമെയിലിംഗ് ചെയ്യുന്നതും ലിങ്ക്ഡിനിൽ അപ്ലൈ ചെയ്യുന്നതും അതിനെ ബേസ് ചെയ്തിട്ടിരിക്കണം. സോ ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് ഹാർഡ് വർക്ക് യു ക്യാൻ പുട്ട് ഫോർ ഗെറ്റിംഗ് എ ജോബ് വെരി ഈസിലി ഫ്രം എ ടയർ 2 ടയർ 3 കോളേജസ്. അപ്പം ഇവിടെ ടയർ 2 ടയർ 3 കോളേജസ് ആയാലും നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രോസസ് ഫ്ലോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും തേർഡ് ഇയർ ആയാലും ഫോർത്ത് ഇയർ ആയാലും ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോളേജിൻ്റെ ഹെൽപ്പും ഇല്ലാതെ നിങ്ങൾക്ക് പ്ലേസ്ഡ് ആവാനായിട്ട് ഈസിലി കഴിയും. സോ ഇതിനെ പ്രസന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കുറേ നെറ്റ്വർക്കിംഗ് ടൂൾസ് എന്ന് പറയുന്നത് യു ഷുഡ് ലൂസ് ലിങ്ക്ഡിനെ ഒരു പ്രൊഫൈലായിട്ട് മാറ്റുക, പ്രൊഫഷണൽ പ്രൊഫൈലായിട്ട് മാറ്റുക, നല്ല രീതിയിൽ ഫോളോസ്, നിങ്ങളുടെ റിക്വയർഡ് ആയിട്ടുള്ള 4ാമത്തെ വർഷം നിങ്ങൾ ഏത് കമ്പനിയിലാണോ അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണോ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് സ്ട്രോങ് ആക്കുക, റിക്വസ്റ്റ് ചെയ്യുക, നല്ല നല്ല കോണ്ടന്റ്സ് അതിൽ നിന്ന് വായിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പോലെ ഒരു 30 minutes 40 minutes യു ഷുഡ് സ്പെൻഡ് ഡെയിലി ഓൺ ലിങ്ക്ഡിൻ ഓൾസോ. അതിൽ നിങ്ങളുടെ ഓരോരോ സ്കിൽസോ അല്ലെങ്കിൽ എക്സ്ട്രാ കോഴ്സസ് പഠിക്കുന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്ത് സ്കില്ലാണ് എനിക്ക് ഈ ഒരു മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്നു അതിന് വേണമെന്നുള്ളതൊക്കെ അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ബിക്കോസ് ലിങ്ക്ഡിൻ ഈസ് എൻ ഇൻസ്റ്റാഗ്രാം ഫോർ എ കരിയർ ഓറിയന്റഡ് പീപ്പിൾ.
സോ ആ ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നേറുക. ഈസി ആയിരിക്കും. ടയർ 2, ടയർ 3, ടയർ 4 കോളേജിൽ വന്നു എന്ന് പറഞ്ഞിട്ട് നിരാശയൊന്നും ആവണ്ട. ദാറ്റ്സ് എ വെരി ബിഗ് മാർക്കറ്റ്, വെരി ബിഗ് സ്കീം. എനിക്ക് അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് അവസാനമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4th ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. 9,000 റുപ്പീസ് സ്റ്റൈഫൻഡ് വരുന്ന ഒരു പ്രോഗ്രാംസ് ആണ്. സോ അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ HAL, ബെല്ല് പോലുള്ള കമ്പനീസിൽ 1 ഇയർ പോയി നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ പറ്റും. സോ അത് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 70% പേര് അത് ആ അപ്രന്റീസ്ഷിപ്പോടുകൂടി ഇറങ്ങുന്നവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി അത്രത്തോളം ഹൈ ആണ്. സോ ഗ്രാബ് ദീസ് കൈൻഡ് ഓഫ് നോളേജസ്. അതിനെ ഡിസിപ്ലിനോടുകൂടി ആപ്ലിക്കേഷൻ നടത്തിയെടുക്കുന്നവരാണ് യഥാർത്ഥ സക്സസ് ഓണേഴ്സ്. സോ അടുത്തൊരു വീഡിയോയുടെ അടുത്ത ആഴ്ച കാണാം. ബൈ. എബിടെക് പ്രോ.